അപ്പച്ചൻ ആരുടെ കാര്യമായി പറയുന്നേ? അവൻ വിടുവോ? നെഞ്ചു വിരിച്ചേ സംസാരിക്കത്തുള്ളു. അവൻ പറഞ്ഞു, എൻ്റെ അപ്പനൊരാളുണ്ടെന്നും പറഞ്ഞു വന്നാന്ന്. അങ്ങനൊരാളിവിടെ ഇല്ലെങ്കിൽ പൊക്കോളാമെന്നും പറഞ്ഞ് ഇറങ്ങി നടന്നു കളഞ്ഞു. ഞാൻ പിന്നെ പുറയെ വിളിച്ചു. വിളക്കും എടുത്തോണ്ട് ഇറയത്തോട്ട് ഇറങ്ങിയെന്ന് ചോദിച്ചു, ആരാടാ നിന്റെ അപ്പനെന്ന്. അവൻ തിരിഞ്ഞു നിന്ന് തറപ്പിച്ചൊരു നോട്ടമാ. എന്നിട്ട് മുഖത്തേക്ക് നോക്കി ഒറ്റ പറച്ചില്, മേലാഴത്തെ കുഞ്ഞിനയിനാന്ന്. ഇരുട്ടത്ത് ഞാൻ കണ്ടയാ അവൻ്റെ കണ്ണില് കണ്ണീര് പൊടിച്ചത്. വലിയ അഭിമാനിയായിരുന്നു. കൈവീശി നെഞ്ചും വിരിച്ച് പനച്ചമൂട്ടികൾ നടക്കുന്നത് ഒരു കാഴ്ചയായിരുന്നു. ചെക്കാലത്തറയിലെ ചാക്കോ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. കുഞ്ഞേനയുടെ തടിമിടുക്ക് മൂത്ത മോൻ കുഞ്ഞോമയ്ക്കാ കിട്ടിയെന്ന്. അക്കാമ്മയുടെ മൂത്ത ഉടപ്പറന്നോ കുന്നേലെ ജോസഫ് അവൻ്റെ മൂത്ത ഉടപ്പറന്നേനല്ലായിരുന്നു. അങ്ങേരുടെ അടുത്ത് താമസിക്കുമ്പോഴാ അവനും ഞാനുമായിട്ട് തർക്കമുണ്ടായേ. ഞങ്ങൾ തമ്മിലുള്ള തർക്കം വലുതാക്കി അയാളാ. അന്ന് കുന്നേലപ്പുറത്ത് പടന്നേലും നാറാണം മൂഴിയിലും 2 പാടമുണ്ട്. നടിയിലിന് പോയപ്പോഴാ അവളെ ചെറുക്കം കാണുന്നേ. പിന്നെ ജോസഫ് ആലോചനയും കൊണ്ടുവന്നു. അപ്പോഴാ ഞാൻ ഇടം തിരിഞ്ഞേ. വലിയ കാര്യമൊന്നുമില്ല. എൻ്റെ മോന് ഞാൻ നിശ്ചയിക്കുന്ന പെണ്ണു വേണമെന്നൊരു വാശി. ആ പെണ്ണിനെ കൈക്ക് പിടിച്ചുകൊണ്ട് വന്ന നീ എൻ്റെ മോനല്ല എന്ന് ഒരു ദിവസം പറഞ്ഞുപോയി. കെട്ടിക്കേറിയേക്കല്ലെന്നും എവിടേലും പൊക്കോന്നും പറഞ്ഞു. രണ്ടുപേരുടെയും വാശി നടത്തി തന്നു കർത്താവ്. അവൻ പെണ്ണ് കെട്ടി. പിന്നെ എൻ്റെ വാശി പോലെ അവൻ പൊക്കളയും ചെയ്തു. പാടം പിടിക്കാൻ വഴക്കുണ്ടാക്കിയപ്പം പറ്റിയ ഹേമദണ്ഡമാണെന്ന് സമാധാനിക്കുകയും ചെയ്തു. ചിലപ്പോൾ തോന്നും എൻ്റെ മോൻ അപ്പൻ്റെ വാക്കനുസരിച്ചാന്ന്. തോന്നത്തില്ലയോ പെണ്ണേ? അപ്പച്ചൻ കുറച്ചു നേരം കൂടെ കിടന്നാട്ടെ. ഓരോന്ന് ഓർത്തോണ്ടിരുന്ന എങ്ങനാ? ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങു വലിപ്പിച്ച. ഞാൻ പോയേച്ചും വരാം. ഞാൻ പോട്ടെ വല്യപ്പച്ച. വല്യപ്പച്ചൻ എന്റെ കൂടെ വീട്ടിൽ വരുന്നോ? സമയമില്ലടാ. സമയമില്ലെന്നോ? അതെന്താ? നേരം ഒരുപാട് വൈകിയില്ലയോ? തന്നെയല്ല, എൻ്റെ മുണ്ടും തുണിയൊക്കെ പതിയാൻ കൊണ്ടുപോയേക്കുവാ. പതിയാൻ്റെ കയ്യിൽ കൊടുത്താറേ അത് കിട്ടിയില്ല. എന്നാ പിന്നെ ഞാൻ പോയേച്ചും വരാം. ജ്ഞാനിയായ മകനപ്പനെ സന്തോഷിപ്പിക്കുന്നു. ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു.
അപ്പാ ആണ്ടെ അവന്മാര് സമാധാനത്തിൽ പറയാൻ ശേഖരൻ ശീലിച്ചിട്ടില്ല. എന്നാലും പറയുക, ഈ കണ്ടത്തെ വിളവെടുക്കാനും ഉഴാനും നോക്കണ്ട. അല്ലേ നീ ഞങ്ങള് പറയുന്നിടത്ത് വരമ്പൂത്തണം. ഓ, നിലയില്ലാത്ത പണിക്ക് ഇറങ്ങത്തില്ല കുഞ്ഞേന. അളവുകാരും സർവേരും വന്നയാ, അവരളന്ന് കാണിച്ചേച്ചും പോയതുവാ. പിന്നെ കുറ്റിക്കിഴക്കേലെ ന്യായവും പറഞ്ഞുകൊണ്ട് വന്നാ അത് നിന്റെ കീച്ചിപ്പാപ്പയായാലും ശരിയാവത്തില്ല ശേഖര. അപ്പാ ആണ്ടെ ഓ, കുഞ്ഞോമ എന്തേടാ? വലിയ കരയെ തൂമ്പ എടുക്കാൻ പോയേക്കുവാ. എടാ മാപ്പിളെ, ഇടങ്ങേറിന് നിൽക്കാതെ കാളെ രണ്ടും അഴിച്ചു കണ്ടത്തിന്ന് കയറിക്കാട്ടെ. മതി നിന്റെ പൂട്ടുന്നടിയിലും. പറയുന്ന കേൾക്കുന്നയാ നിനക്ക് നല്ലത്. കേറിയില്ലേ നീ എന്തോ ചെയ്യും? അല്ലേ, ഇതെന്റെ കാശിന് വാങ്ങിയ നിലമാണെങ്കിൽ ഞാൻ കാളയും കൊണ്ട് വന്ന് പൂട്ടുകയും ചെയ്യും, നടുകയും ചെയ്യും. അത് ചോദിക്കാൻ നീ ആരടാ അപ്പം? അല്ലേ, ഞാൻ ആരാണെന്ന് അറിഞ്ഞു നീ കേറത്തുള്ളോ? ഞാൻ ആരാണെന്ന് അറിഞ്ഞാലേ നീ കേറാൻ കാണത്തില്ല. ശരി, വിവരക്കാരുണ്ടെ പറഞ്ഞുതരാം. ഇയാൾക്ക് അറിയത്തില്ലയോ നാറാണമൊഴിക്കാരൻ കൊച്ചിരാമൻ ചട്ടമ്പിയെ? ഓ, കൊച്ചിരാമൻ ചട്ടമ്പിയോ? കേറിപ്പോയ്ക്കോ, അല്ലേലേ നീ കാലഴിച്ചിന്ന് വീട്ടിൽ പോകത്തില്ല. നായന്മാരെ കണ്ടെത്തി വേണ്ട തുപ്പായന്മാരുടെ വിളവെടുപ്പ് അടിച്ച് നിർത്തട എല്ലാത്തിനെ. കണ്ടെത്തിന്ന് കണ്ടടാ പടു തന്നെ മോനെ. അത് നിന്റെ തന്ത കണ്ട നിലത്ത് ഇറങ്ങും മതിയടാ, കഴിവറടാ മോനെ. ഇട പട്ടി അടിച്ച് കീറടാ മോനെ. തലവണ്ട പൊട്ടിക്കണം. അടിയടാ. അടുത്തേക്കരുത്, ഒറ്റ പന്നിയും ഉണ്ടൻ കീറും ഞാൻ. ആ, എടാ പന്ന നായരെ. വിരൽ പോയടാ ഇച്ചായ.
കുഞ്ഞോമായി 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 മോനെ കുഞ്ഞു മച്ചായ കുഞ്ഞു മച്ചായ കുഞ്ഞു മച്ചായ കുഞ്ഞോമായി കുഞ്ഞു മച്ചായ എനിക്കൊന്നുമില്ലപ്പാ കുഞ്ഞു മച്ചായ മോനെ. കുഞ്ഞു മച്ചായ എന്നെ അവന്മാര് കൊന്നോടാ മോനെ എനിക്കൊന്നുമില്ലപ്പാ കുഞ്ഞു മച്ചായ എനിക്കൊന്നുമില്ലപ്പാ ഒന്നുമില്ലപ്പാ. കർത്താവേ, അപ്പച്ചൻ എഴുന്നേറ്റിരിക്കുവാന്നോ? അല്ല, ഏക്കം ഉണ്ടല്ലോ. ഇച്ചിരി ചൂടുവെള്ളം എടുക്കട്ടോ? ഇമ്മിണി പാർത്തിട്ട് മതി, എനിക്കങ്ങൊന്നുമില്ല. ഇച്ചിരി കഞ്ഞിത്തളി കൊണ്ടുവരാം. പെണ്ണേ, മാത്തൂക്കുട്ടി എന്ത് ചെയ്യടി? ആ, ആർക്കറിയാം, എങ്ങാട്ടോണ്ട് പോയേക്കുവാ. ആണ്ട വരുന്നെന്നും പറഞ്ഞു. കാലത്തെ പോയാ. നാട്ടിലൊക്കെ ഒരുപാട് പ്രശ്നമില്ലയോ അപ്പച്ച? ഞാനേ ഒരു പേക്കിനാവ് കണ്ട്. മാത്തുക്കുട്ടി കുഞ്ഞ. ഞാനും നമ്മുടെ തെക്കേക്കരയിലെ മൂപ്പീന്നും കൂടെ കീച്ചേരിപ്പാടത്തൂടെ വരുവാ. അപ്പം മാത്തുക്കുട്ടി കരഞ്ഞുകൊണ്ട് ഓടി വന്ന് പറഞ്ഞ് അവനെ ഒരു കാക്ക കൊത്താനിട്ട് ഓടിച്ചെന്ന് കണ്ണൂത്തി പറിക്കാൻ. അപ്പോഴേക്കും കാണാം തെക്കേമാനം കറുത്ത കൂട്ട്. അത്രയ്ക്കും കാക്കകളാ ചുറ്റിനും. കാക്കക്കൂട്ടം കൊത്തിപ്പറിക്കാനെ കൊണ്ട് ചുറ്റി പറക്കുക. ഇച്ചിരിക്ക് പോലും മയങ്ങിയേക്കരുത് അപ്പച്ചൻ. അതാ പിച്ചുമ്പയും പറയുന്നത്. എന്തൊരാവിയായി ഈ മുറിക്കകത്ത്. അവിയാനും ആളാനും അപ്പച്ചൻ എന്തോനാ ഈ മുറിക്കകത്ത് കിടക്കുന്നേ? പിലിപ്പോച്ചാൻ വന്ന് വിളിച്ചതല്ലയോ? അപ്പച്ചന് പൊയ്ക്കൂടായിരുന്നോ? എടീ കൊച്ചേ, നിനക്കറിയാൻ വയ്യായോ? കണ്ണ് കാണാൻ വയ്യാതായ ഇസഹാക്കിനെ കബളിപ്പിച്ച് അനുഗ്രഹം വാങ്ങിച്ച യാക്കൂബിന്റെ കഥ. ഇസഹാക്ക് കണ്ണ് കാണാൻ വയ്യാത്ത വണ്ണം മങ്ങിയപ്പോ മൂത്ത മോനായ യേശാവിനെ വിളിച്ചേച്ചും പറഞ്ഞ്, എന്റെ വില്ലും പൂണിയും എടുത്ത് കാട്ടിപ്പോയി വേട്ട തേടി എനിക്കിഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി തരിക. മരിക്കുന്നതിന് മുമ്പേ എനിക്ക് നിന്നെ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞു. യേശാവ് വേട്ട തേടി പോവുകയും ചെയ്തു.
പക്ഷേ യേശാവിൻ്റെയും യാക്കൂവിൻ്റെയും അമ്മയായ റബേക്ക ഇളയ മകനായ യാക്കൂവിനോട് വിവരങ്ങൾ പറഞ്ഞു. ആട്ടിൻകൂട്ടങ്ങളിൽ നിന്നും കൊഴുത്ത ഒന്നിനെ ഇസഹാക്കിന് ഇഷ്ടപ്പെടും വിധം പാകം ചെയ്തു കൊടുക്കുകയും ചെയ്തു. യാക്കൂബ് അതുമായി ഏശാവിനെ പോലെ ആട്ടിൻതോല് വെച്ച് കെട്ടി രോമമുള്ള ശരീരമുള്ളവനായി തീർന്ന് പിതാവിനടുത്തെത്തിയ അനുഗ്രഹവും വാങ്ങി. അന്ധനായ ഇസഹാക്ക് അറിയാതെ അവനെയാ അനുഗ്രഹിച്ചേ. അതിനെന്താ അപ്പച്ച? പിന്നെ യാക്കൂബ് ഭാര്യമാരായ റാഹേലിനെയും ലേയും കൂട്ടി വന്നപ്പോഴ് ഏശാവ് കാണാൻ ചെന്നില്ലയോ? എടീ കൊച്ചേ, എനിക്ക് കണ്ണൊന്നും മങ്ങിപ്പോയിട്ടില്ലടി. എനിക്കിപ്പോഴും കണ്ണും കാണും, ചേട്ടനെയും അനിയനെയും തിരിച്ചറിയുകയും ചെയ്യും. അവൻ കാറേ കയറ്റി എന്നെ വീട്ടിൽ കൊണ്ടുപോവും. വലിയ ഒരുക്കവും പത്രാസം കാണിക്കുകയും ചെയ്യും. കാണുന്നവര് പറയും, പീലിപ്പോച്ച ആണ്ട് അവൻ്റെ അപ്പനെ വീട്ടിൽ കൊണ്ടുപോയി അന്വേഷിക്കുന്നെന്ന്. ഇത് പുറത്തോട്ടുള്ള കേൾവി. പക്ഷേ 4 നാള് കഴിയുമ്പോൾ അവൻ്റെ വെമ്പള ഉറക്കാൻ തുടങ്ങും. അയെന്തുവാ എല്ലാവർക്കും കൊടുത്ത പോലല്ലയോ ഇവിടെയുള്ളവർക്കും കൊടുത്ത് എന്നേച്ചു എന്തുവാന്ന്. അത് കേട്ട് കിടന്ന് നിന്തച്ചോറുണ്ണാനെ കൊണ്ട് എനിക്ക് പറ്റത്തില്ല. ഈ അപ്പച്ചൻ ആളുകളെ പറ്റി ദൂഷ്യം പറയുന്ന കേട്ടോ? നീ വന്നേ. ഇവിടെ ആവുമ്പോ നീ ഇല്ലയോ പെണ്ണേ? നീ ഉള്ളപ്പോഴ് കാറ്റിലെ പഴുത്തില കൊടിയുന്ന കൂട്ട് എനിക്കങ്ങ് കൊഴിയാവല്ലോ. അപ്പച്ച, ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. വംശങ്ങൾ നിന്നെ സേവിക്കുമാറാകട്ടെ. ജാതികൾ നിന്നെ വണങ്ങട്ടെ. നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കട്ടെ. നിന്റെ മാതാവിൻ്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. കർത്താവേ,